ഒരു നെഗറ്റീവ് തോട്ടാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വളരെ മോശപ്പെട്ട ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വളരെ വേഗത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, എനിക്ക് അധികം താമസിയാതെ ഒരു ആക്സിഡൻറ്റ് പറ്റും. സത്യം പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് തോട്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എന്താ സംഭവിച്ചതെന്നറിയോ, ഞാൻ വേഗത കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ കെയർഫുള്ളായി ഡ്രൈവ് ചെയ്ത് ഞാൻ വളരെ സേഫായിട്ട് വീട്ടിലെത്തി. യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം എൻ്റെ ജീവൻ രക്ഷിച്ചത് ആ ഒരു നെഗറ്റീവ് തോട്ടായിരുന്നു. അപ്പോൾ അന്നാണ് ആക്ച്വലി ഞാൻ ഒരു കാര്യം ലിറ്ററലി അനുഭവിച്ച് മനസ്സിലാക്കുന്നത്. എല്ലാ നെഗറ്റീവ് തോട്ടും പ്രശ്നമല്ല, ഓവറായിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ് ആണ് പ്രശ്നം. അതിപ്പോൾ ഓവറായി കഴിഞ്ഞാൽ നെഗറ്റീവ് തിങ്കിങ് മാത്രമല്ല, പോസിറ്റീവ് തിങ്കിങ് അതിനേക്കാളും പ്രശ്നമാണ്. ഇപ്പോൾ അന്നത്തെ ദിവസം തന്നെ വളരെ പോസിറ്റീവായിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നതെങ്കിൽ അത് മാത്രം മതി അന്നത്തെ ദിവസം എനിക്കൊരു അപകടം പറ്റാൻ. ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞ് സ്ട്രെസ് അടിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആക്ച്വലി നമുക്ക് ജീവിതത്തിൽ വേണ്ടത് പോസിറ്റീവ് തിങ്കിങ്ങും അല്ല, നെഗറ്റീവ് തിങ്കിങ്ങും അല്ല, ബാലൻസ് ആണ്. ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആണോ അല്ല പോസിറ്റീവ് ആണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ചിന്ത ഈ സമയത്ത് ഇപ്പം എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്.